നോക്കൂ, മൂന്നാം ഭരണം ലക്ഷ്യമിടുമ്പോൾ ആരെ മുൻനിർത്തിയാകും CPM മത്സരിക്കുക എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള ഒരാൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ KK ശൈലജയുടെ പേര് വരുമ്പോൾ ഉയരുന്ന അഭ്യൂഹങ്ങൾ ഏറെയാണ്. ചെങ്കോട്ടയായ മട്ടന്നൂരിൽ ഒരിക്കൽ കൂടി ശൈലജ ടീച്ചർ മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് സൂചന. VS രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിയാണ് KK ശൈലജ. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശൈലജയെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കണം, അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ സജീവമായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും KK ശൈലജ മത്സരത്തിന് വരും. പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വനിതാ മുഖം എന്ന നിലയ്ക്ക് ശൈലജ ടീച്ചറെ കൂടി ഉയർത്തിക്കാണിച്ചായിരിക്കും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങുന്നത് CPM, അല്ലേ? വിനിത, KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ഒന്നും കിട്ടാത്ത സൗഭാഗ്യം അത് KK ശൈലജയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു കൗതുകം അതിലുണ്ട്. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും മാത്രമല്ല, കേരളത്തിന്റെ തന്നെ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവമായിരിക്കും. അങ്ങനെ KK ശൈലജ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൂന്നാം സർക്കാർ, ഇടതുമുന്നണിക്കൊരു മൂന്നാം അധികാരം ഉണ്ടാവുമ്പോൾ അത് KK ശൈലജയിലൂടെ ആയിരിക്കുമോ എന്നുള്ളത് വലിയ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഏതായാലും KK ശൈലജയുടെ പേര് മൂന്നാമതും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ KK ശൈലജയെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM തയ്യാറാവുന്നുണ്ട് എന്ന് തന്നെ KK ശൈലജയെ പോലെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉള്ള മുഖം, ആ മുഖം വെച്ചുകൊണ്ട്, ആ ഒരു ഫേസ് വാല്യൂ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി CPM തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതൊരു പക്ഷേ മട്ടന്നൂരിൽ തന്നെ ആവണമെന്നില്ല. നേരത്തെ ശൈലജ ടീച്ചർ മത്സരിച്ച പേരാവൂരിലായിരിക്കാം. അവർ പേരാവൂരിലും കൂത്തുപറമ്പിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പിൽ ജയിച്ചിട്ടുണ്ട്, മട്ടന്നൂരിൽ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ണൂരിൽ പലയിടങ്ങളിലായി ജയിച്ച് കയറിയിട്ടുള്ള ഒരു MLA എന്ന രീതിയിലും, കഴിഞ്ഞ ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ആരോഗ്യമന്ത്രി എന്ന രീതിയിലും, CPM-ന്റെ ഒരു തലമുതിർന്ന വനിതാ അംഗം എന്ന രീതിയിലും, കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന രീതിയിലുമൊക്കെ അവർക്ക്, അത് മാത്രവുമല്ല ചില നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും KK ശൈലജയ്ക്ക് പാർട്ടിയോടൊപ്പം നിൽക്കുന്നെങ്കിൽ കൂടി വ്യതിരിക്തമായ അഭിപ്രായവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ഒരു വനിതാ നേതാവാണ് KK ശൈലജ. അങ്ങനെ ഒരു നേതാവിനെ മുൻനിർത്തി സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഒരു പിൻഗാമി ഉണ്ടാവുമ്പോൾ അത് KK ശൈലജ ആവുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുമെന്ന് CPM കണക്കാക്കുന്നുണ്ട്. ഏതായാലും അണിയറയിൽ അത്തരമൊരു നീക്കമുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് KK ശൈലജയ്ക്ക് വീണ്ടും അവസരം കിട്ടുന്നത്. പക്ഷേ അപ്പുറത്ത് തോമസ് ഐസക്കിനെ പോലുള്ള തലമുതിർന്ന നേതാക്കന്മാർ പട്ടികയിലുണ്ട് എന്നുള്ളത് ഒരു തടസ്സമാണ്. സുശീല ഗോപാലിനും KR ഗൗരിയമ്മയ്ക്കുമൊക്കെ എങ്ങനെയാണ് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്നൊരു ചരിത്രം CPM-നുണ്ട്. അത് പറയുമ്പോൾ CPM-കാർ പറയും പഴയ പാർട്ടി അല്ലല്ലോ പുതിയ പാർട്ടി എന്ന്. ഏതായാലും നമുക്ക് അക്കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാവുന്നതാണ്. അതാണ്, കാത്തിരുന്ന് കാണാം. ഏതായാലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ കേരളത്തിന് എന്ന ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.